ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ലേറ്റസ്റ്റ് നത്തിങ് 3A പ്രോയുടെ ഫീച്ചേഴ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. യുണീക്ക് ഡിസൈൻ, അതുപോലെ തന്നെ നോർമൽ ക്യാമറ, നല്ലൊരു ഡിസ്പ്ലേ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കി കാണേണ്ട ഒരു ഫോണാണ് ഈ നത്തിങ്ങിൻ്റെ 3A പ്രോ എന്ന് പറയുന്ന ഒരു മോഡൽ ഫോൺ. ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഡിസ്പ്ലേ വന്നിട്ട് 6.77 ഇഞ്ചസിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ നൽകിയിരിക്കുന്നു. 3000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് പുതിയ നത്തിങ് 3A പ്രോയിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്ന OS Android 14 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. അതിനോടൊപ്പം തന്നെ 3 വർഷത്തേക്കുള്ള മേജർ അപ്ഗ്രേഡും നൽകുന്നുണ്ട്. സ്നാപ്ഡ്രാഗണിൻ്റെ 7S Gen 3യുടെ ചിപ്സെറ്റ് ആണ്, 4nm ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ കാർഡ് സ്ലോട്ട്, എക്സ്റ്റേണൽ കാർഡ് സ്ലോട്ട് നമുക്ക് ഇടാൻ പറ്റില്ല. സ്റ്റോറേജ് വേരിയൻസ് വന്നിട്ട് 128GB 8GB, 256GB 8GB, പിന്നെ വരുന്നത് 256GB 12GB റാം വേരിയൻറ്റ്. പിന്നെ ഇതിൻ്റെ ഡിസൈനിലാണ് കുറച്ചുകൂടി ഒരു ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. ബാക്ക് സൈഡിലുള്ള ഡിസൈനിലൊക്കെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ക്യാമറ മൊഡ്യൂളിലും ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്ന ലൈറ്റിൻ്റെ അറേഞ്ച്മെന്റ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ട്രിപ്പിൾ ക്യാമറയാണ് പുതിയ നത്തിങ് 3A പ്രോയിൽ കൊടുത്തിരിക്കുന്നത്. 50 MBയുടെ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അപ്പർച്ചർ വരുന്നത് 1.9 ആണ്. അത്യാവശ്യം തിരക്കേടില്ലാത്ത ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫീസ് ഒക്കെ എടുക്കാൻ പറ്റിയ അപ്പർച്ചറാണ് ഇതിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയിൽ കൊടുത്തിരിക്കുന്നത്. 50 MBയുടെ പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറ കൊടുത്തിട്ടുണ്ട്. 2.6 ആണ് അതിൻ്റെ ലെൻസ് ഓപ്പണിംഗ് അപ്പർച്ചർ വരുന്നത്. ഫേസ് ഡിറ്റക്ഷൻ, ഓട്ടോ ഫോക്കസും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഒക്കെ ഈ ഒരു ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3x ഒപ്റ്റിക്കൽ സൂം ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് 8 MBയുടെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. 50 MBയുടെ ഒരു ഫ്രണ്ട് ക്യാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വൈഡ് ആംഗിൾ ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതിൽ 2.2 അപ്പർച്ചർ ഓപ്പണിംഗ് വരുന്നത്. ലോ ലൈറ്റ് ഫോട്ടോസ് ഒക്കെ തരക്കേടില്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും. തരക്കേടില്ലാത്ത രീതിയിൽ നമുക്ക് ഇതുകൊണ്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ 3.5mm ജാക്ക് ആസ് യൂഷ്വൽ എനിക്ക് തോന്നുന്നു എക്സ്പീരിയ റേഞ്ചിൽ കൊടുക്കുന്നുണ്ട് സോണിയുടെ. അതല്ലാതെയുള്ള മിക്ക സ്മാർട്ട് ഫോണിൽ ഇപ്പോൾ 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഇപ്പോൾ കൊടുക്കാറില്ല. NFC ഇതിൽ കൊടുത്തിട്ടുണ്ട്. USB Type-C ആണ് കൊടുത്തിരിക്കുന്നത്. അത്ര ഫാസ്റ്റ് ചാർജിങ്ങോ അല്ലെങ്കിൽ അത്ര ഡാറ്റ ട്രാൻസ്ഫറിങ് അത്ര ഫാസ്റ്റ് ആയിട്ടൊന്നും ഇതിൽ കിട്ടത്തില്ല. നോർമൽ ആയിട്ടുള്ളൊരു സ്പീഡ് പ്രതീക്ഷിച്ചാൽ മതി. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, 5000 mAh ബാറ്ററി, 100% ചാർജ് ആവാനായിട്ട് ഒരു മണിക്കൂർ ചാർജിന് ഇടേണ്ടി വരും. നമ്മളുടെ ലൈറ്റിന്റെ സെറ്റപ്പ് ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാനും നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തൊക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഗ്രേ അങ്ങനെ 2 ഓപ്ഷനാണ് വരുന്നത്. 8GB 128GB 2999 രൂപ ആണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. 256GB 8GB 31,999. 12GB 256GB വേരിയന്റ് വരുമ്പോഴത്തേക്കും 33,999, 34 രൂപ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.